അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വീട്ടിലേക്ക് വന്നേക്കുവാണ്, ശരണ്യയുടെ വീട്ടിലേക്ക് പാർട്ടിക്കാരെല്ലാം വന്നേക്കുവാണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എന്നെ പോലെ അറിയാതെ അബദ്ധത്തിൽ വന്ന് ചാടിയ ഒരാളെ ഞാൻ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ആ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ടത്? അതുപോലെ തന്നെയാണ് രോഹിത്ത് എനിക്ക് പാതി ബോധത്തിലും എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ആരൊക്കെ ബുദ്ധിമുട്ടിച്ചെന്ന്. അതുകൊണ്ട് തന്നെ രോഹിത്ത് ഒരു തരത്തിലും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല രോഹിത്തിനെ ആണെങ്കിൽ ഹരിയും കൂട്ടരും ഉപദ്രവിച്ച് ബാത്റൂമിൽ അടച്ചിടുകയാണ് ചെയ്തത്. എന്നെപ്പോലെ അറിയാതെ വന്ന ഒരു നിരപരാധിയെ ഞാൻ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഞാൻ എൻ്റെ മനസാക്ഷിയോട് സത്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരാളെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് ശരണ്യ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ നിരപരാധിയാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അവൻ അവിടെ വന്ന്? അവൻ ഒന്നും അറിയാത്തവനാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ വരേണ്ട കാര്യം എന്താണ്? അവന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ദ്രോഹിച്ചത്, പിന്നെ നീ എന്തിനാണ് അവനെ രക്ഷിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ വന്ന പാർട്ടിക്കാരി. അതല്ല കാരണം, ആ അലീന വന്ന് നിൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തു. മാത്രവുമല്ല അവർ നിങ്ങൾക്ക് കാശും അതുപോലെ തന്നെ പല സഹായങ്ങളും ചെയ്തു കാണും. അതുകൊണ്ടാണ് നീ ഇങ്ങനെ മൊഴിമാറ്റി പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴും ശരണ്യ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവൻ അങ്ങനൊരു മൊഴി നൽകിയെന്ന് ശരണ്യ പറയുന്നുണ്ട്. പക്ഷെ അവരാരും അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. ശരണ്യയുടെ വീട്ടുകാർക്ക് നൽകി മൊഴി മാറ്റി പറയിപ്പിച്ചാണെന്ന് അവർ പറയാണ്. മാത്രവുമല്ല, ഇനി നിങ്ങൾക്കൊരു സഹായവും ഞങ്ങളിൽ നിന്നുണ്ടാവത്തില്ല, ഈ പിരിച്ച ഫണ്ടൊന്നും നിങ്ങൾക്ക് തരുത്തുമില്ല. അതുപോലെ തന്നെ ശരണ്യക്ക് ഇനി ഒരു ജോലി ഈ നാട്ടിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ബഹളം വെച്ച് അവർ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ഓമനക്കുട്ടനും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനും ദേഷ്യം വന്നിട്ട് ഗോപാലകൃഷ്ണൻ വന്ന് പറയുന്നുണ്ട്, മതിയായല്ലോ നിനക്ക്, എല്ലാവരുടെയും ശത്രുതയായപ്പോൾ നിനക്ക് മതിയായല്ലോ. നിന്നോട് 100 വട്ടം പറഞ്ഞു കൊടുത്ത് തന്നതാണ് മൊഴി മാറ്റി പറയില്ലെന്ന്. എന്നിട്ടാണെങ്കിൽ നീ അവിടെ ചെന്ന് നിൻ്റെ മനസാക്ഷിക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യം നീ വിളിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ ഞങ്ങളെയും വീട്ടുകാരെയും അവമാനിച്ചിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ഭയങ്കരമായിട്ട് ശരണ്യ വഴക്ക് പറയുന്നുണ്ട്. ശരണ്യാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെപ്പോലെ വധിക്കപ്പെട്ട ഒരു നിരപരാധി ഞാൻ രക്ഷപ്പെടുത്തി, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നും പറഞ്ഞ് കരഞ്ഞോട്ടങ്ങ് പോവുകയാണ്. ഈ സമയത്ത് രോഹിത്തിൻ്റെ വീട്ടിലാണെങ്കിൽ രോഹിത്താണെങ്കിൽ ചോറെല്ലാം തട്ടിത്തെറിപ്പിച്ച് ആകപ്പാടെ പ്രശ്നമാണ്. രോഹിത്തിൻ്റെ ആ പാത്രമെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ്ട് ബാലചന്ദ്രനാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ കൃഷ്ണമോള് ബബിതയും കൂടെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കിടക്കുന്ന ചോറും മറ്റ് സാധനങ്ങളെ എല്ലാം അലീന ഭയങ്കര സങ്കടത്തോടെയാണെങ്കിൽ വൃത്തിയാക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ. അതിനുശേഷം അലീന വന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ നമ്മൾ അവനോട് ഇപ്പം ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അവൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് അതിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിഗണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവനോട് ഒന്ന് ക്ഷമ കാണിക്കണം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നത്, ഇതിലെന്ത് ക്ഷമിക്കാനാ? തിന്നുന്ന ആഹാരം വലിച്ചെറിയുന്നതാണ്, അതിലെന്ത് ക്ഷമ കാണിക്കാനാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രൻ ചൂടാവുന്നുണ്ട്. അവന് കുറച്ച് നേരം ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, രോഹിത്താണെങ്കിൽ കാണിക്കുന്ന പോലെ നമ്മളും കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ? രോഹിത്തിൻ്റെ തെറ്റ് ചെയ്യാതെ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് ഇനി ആൾക്കാരെങ്ങനെ അവനെ നോക്കും? അങ്ങനെയുള്ള മാനസികാവസ്ഥയൊക്കെ അവന് കാണും, നമുക്കത് മനസ്സിലാവണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോളും പറയുന്നുണ്ട്, ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വൈജ ആകെപ്പാടെ ടെൻഷനിലാണ്. രോഹിത്താണെങ്കിൽ വൈജയോട് സംസാരിച്ചില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വൈജയെ ഡിസ്ചാർജ് ആക്കുവാണ്. അപ്പം നേരെ പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. പുതിയ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മക്കളെയും വിളിച്ചുകൊണ്ട് പോകണമെന്നാണ് വൈജയുടെ ആഗ്രഹം. വൈജ വിചാരിക്കുന്നുണ്ട്, ഇനി നേരെയാണെങ്കിൽ അവിടെ ചെന്ന് നെടുമ്പുരയ്ക്കൽ ചെന്നിട്ട് അവിടുന്ന് മക്കളെയും വിളിച്ച് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോകണം എന്നിങ്ങനെ വൈജ വിചാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ബബിത വിളിച്ച് രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വൈജ പറയാണ്, അത് അവൾ ആ നാശം പിടിച്ചവൾ ചോറും കൊണ്ട് ചെല്ലുമ്പോൾ അവന് പണ്ടേ ഇഷ്ടമല്ല അവൾ. അപ്പം ഈ സമയത്ത് കളിയാക്കാനെന്നാണ് അല്ലേ അവൾ അങ്ങോട്ട് ചെല്ലുന്നത്. അവളെ കാണുമ്പോൾ അവന് ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പം അവനെയും വിളിച്ചുകൊണ്ട് ഞാൻ പുതിയ വീട്ടിലേക്ക് പോകും, നീയും എൻ്റെ കൂടെ വരണം, നമുക്ക് അങ്ങോട്ട് മാറാം. അപ്പം പിന്നെ അവളെ കാണണ്ടാലോ, അവളും ബാലചന്ദ്രനും പിന്നെ വരുന്നെങ്കിൽ കൃഷ്ണയും കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കൃഷ്ണയും കൂടി അവിടെ താമസിക്കട്ടെ, നമുക്ക് വേറെ വീട്ടിലേക്ക് മാറാം. അപ്പോൾ അവൻ്റെ ഈ മാനസികാവസ്ഥയൊക്കെ മാറുമെന്ന് വൈജയാണെങ്കിൽ ബബിത എടുത്ത് ഫോണിൽ കൂടെ പറയാണ്. അപ്പോൾ ബബിത പറയാണ്, ശരി അമ്മേ, അങ്ങനെ ചെയ്യാം, അമ്മ എന്നാ പുതിയ വീട്ടിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പം പറയാണ്, ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ അമ്മ അങ്ങോട്ട് മാറാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, പിന്നെ നിങ്ങളെ വിളിക്കാനും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇതിനിടയ്ക്ക് അലീനയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രോഹിത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അത് അവൻ്റെ മാനസിക നില ശരിയല്ല, ആരെയും കാണണ്ട, ആരോടും മിണ്ടണ്ട, അകപ്പാടെ ഒരു ദേഷ്യാവസ്ഥയാണ്, ആരും ആഹാരം കൊണ്ടുപോലും അങ്ങോട്ട് ചെല്ലുന്നവന് ഇഷ്ടമല്ല, എല്ലാം തല്ലി പൊട്ടിക്കുകയാണ്.
അപ്പം മനുവേട്ടന് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാ, രോഹിയോട് ഒന്ന് കണ്ട് സംസാരിക്കാൻ പറയാണ്. അപ്പോൾ ഉടനെ മനു പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവനോട് കണ്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവൻ്റെ ഈ ഒരു മാനസികാവസ്ഥയിൽ അങ്കിളിനോട് പോലും ഇങ്ങനൊരു സമീപനാണെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാൻ എന്ത് സംസാരിക്കാൻ, അവൻ എൻ്റെ നേരെ ഇങ്ങനെ തന്നെ കാണിക്കും. എന്തായാലും മനുവേട്ടൻ വന്ന് ഒന്ന് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ മനു ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പം കൃഷ്ണമോളും അലീനയും അതുപോലെ ബാലേന്ദ്രനും ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ മറ്റൊരു മാനസികാവസ്ഥയിലാണ്, ആരോട് സംസാരിക്കാനോ മിണ്ടാനോ ഒരു കാര്യമില്ല. ആഹാരം കൊണ്ടു കൊടുത്ത് അന്നേരം വലിച്ചെറും. അവനെ ആണെങ്കിൽ നമ്മൾ ആരാണ്ട് തള്ളി ജയിലിലേക്ക് വിട്ടുപോലെ അവൻ്റെ സ്വഭാവം. അവൻ തന്നെ ഇതൊക്കെ ക്ഷണിച്ച് വരുത്തിയല്ലേ, നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവനെ പുറത്തിറക്കിയത്. പിന്നെ നമ്മളാണ്ട് വലിയ തെറ്റ് ചെയ്തിട്ട് അവനെ പുറത്തിറക്കിയതുപോലെ അവൻ്റെ ഇപ്പോഴത്തെ ഭാവം എന്ന് പറയാണ്. അപ്പം മനു പറയണമെന്ന്, ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നിന്നോട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഞാനിന്ന് പോയി കണ്ടു നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മനു ആണെങ്കിൽ ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. ഒരു തരത്തിലും രോഹിത്ത് ഡോറ് തുറക്കാൻ തയ്യാറായിട്ടില്ല. കുറേ വട്ടം വിളിച്ചിട്ടും ഡോറ് തുറക്കുന്നില്ല. അതിനുശേഷം വന്ന് ചോദിക്കുകയാണ്, എന്താ എന്നെ കിടന്ന് ശല്യപ്പെടുത്തുന്നത്, എപ്പോഴും കിടന്ന് ഇങ്ങനെ ഡോറ് തട്ടേണ്ട ആവശ്യം എന്ത്? അപ്പം ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ട, ആരും എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഡോറ് അടച്ചിട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ തിരിച്ച് മനു ഇറങ്ങി വരികയാണ്. കാരണം രോഹിത്ത് അത്രയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മനു, അവൻ ആകപ്പാടെ വേറൊരു മാനസിക നില തെറ്റിയ പോലെ, നീ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അങ്കിളെ, ഇപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമെന്നല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് അവരോടൊക്കെ സംസാരിച്ചിട്ട് മനു അങ്ങ് പോവുകയാണ്. അതിനുശേഷം അലീനയാണെങ്കിൽ ഫുഡുമായിട്ട് നേരെ പോവുകയാണ്. റൂമിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും കൂടെ വരാൻ മോളെ. അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് തട്ടുകയാണ്. കുറേ വട്ടം തട്ടിയിട്ടൊന്നും രോഹിത്ത് ഡോറ് തുറക്കുന്നില്ല. അവസാനം വീണ്ടും തട്ടുന്ന കണ്ട് രോഹിത്ത് ഉദ്ദേശിച്ച് ഡോറ് തുറക്കുകയാണ്. അപ്പം തുറക്കുമ്പം കാണുന്നത് അലീനെ അതേപോലെ ബാലേന്ദ്രനെ. എന്തുവാ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഫുഡ് കൊണ്ടുവന്ന് കഴിക്കണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് പറയുകയാണ്, എനിക്ക് വേണ്ട. അപ്പം അലീന പറയുന്നുണ്ട്, ഒന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും കഴിക്കുക എന്നും പറഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോൾ അതെല്ലാം കൂടെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ ഈ കാണിക്കുന്നത്, കുറേ ദിവസമായല്ലോ നീ കാണിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങളെ കാരണമാണെന്നോട്ടാ നീ ഇപ്പോൾ ജയിലിൽ പോകാൻ കാരണം, നീ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് ഞങ്ങളുടെ ദേഹത്തോട്ട് കയറാൻ വരുന്നുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ദേഷിച്ച് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ദേഷിക്കുന്നുണ്ട്, എന്താ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആഹാരം വേണ്ടത്, പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് വഴക്കും ദേഷ്യമൊക്കെ പെടുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഡോറങ്ങ് അടയ്ക്കുകയാണ്. അതിനുശേഷം ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് അലീനെ താഴെ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാവത്തില്ല, ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്താണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നടന്നു പോവുകയാണ്. കുറച്ച് ദൂരെ എത്തുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ രോഹിത്തിനെ, ആ പെൺകുട്ടിയെ നശിപ്പിച്ച ഇവനല്ലേ ജാമ്യം കിട്ടിയ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ രോഹിത്തിനെ ഓട്ടിക്കുകയാണ്. അങ്ങനെ കമ്പെടുത്തുകൊണ്ട് പുറകെ ഓടുകയാണ്. അവർ നേരെ രോഹിത്തിനെ അടിക്കാനായിട്ട് ഊങ്ങുവാണ്. അപ്പോഴത്തെ രോഹിത്ത് ഓടി അങ്ങ് വീട്ടിലേക്ക് കയറുവാണ്. വീട്ടിലേക്ക് കയറി അകത്ത് മുറിയിലേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ വരികയാണ്. ബാലേന്ദ്രൻ വരുമ്പോൾ ആൾക്കാർ കമ്പുമായിട്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. ബാലേന്ദ്രനാണെങ്കിൽ നേരെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവരെല്ലാം തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ നേരെ വന്ന് ഗേറ്റ് കുറ്റിയിട്ട് പൂട്ടുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഓടി മുറിയിൽ പോയി പേടിച്ച് വിറച്ച് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കരയുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം രോഹിത്ത് പുറത്ത് പോയപ്പം ആൾക്കാർ വയലൻ്റായിട്ട് രോഹിത്തിനെ അടിക്കാൻ ഒട്ടിച്ചാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗേറ്റാണെങ്കിൽ പൂട്ടുകയാണ് ബാലചന്ദ്രൻ. ഇതിനൊക്കെ ശേഷം വൈജിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുണ്ട്. അപ്പം അലീന വന്ന് ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വൈജി പറയുന്നുണ്ട്, നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, എനിക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എൻ്റെ മക്കളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പം നേരെ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്നെ ആരും പ്രതീക്ഷിക്കേണ്ട, ഞാൻ എങ്ങോട്ടുമില്ല, എന്നെ വിളിക്കാനായിട്ട് ആരും നിൽക്കുകയും ചെയ്യേണ്ട എന്നും പറഞ്ഞ് രോഹിത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ വൈജു പറയുന്നുണ്ട്, നീ എന്താ മോനെ അങ്ങനെ പറയുന്നത്, നീ ഇല്ലാതെ അമ്മ എങ്ങനെ പോകുന്നത്? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്നെ കാത്ത് ആരും നിൽക്കേണ്ട, ഞാൻ ആരുടെയും കൂടെ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോറ് വലിച്ചടയ്ക്കുകയാണ്. എന്തായാലും വൈജയ്ക്ക് കിട്ടേണ്ട മറുപടി തന്നെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. രോഹിത്താണെങ്കിൽ വൈജി അവിടുന്ന് ആട്ടി ഇറക്കി വിടുന്നുണ്ട്.